ലോകത്തിൻ്റെ നാഥനായ മഹാവിഷ്ണുവും ലോകരക്ഷകനുമാണ് ശ്രീകൃഷ്ണ ഭഗവാനായ ശ്രീ ഗുരുവായൂരപ്പൻ. അദ്ദേഹം അനുഗ്രഹവും ധനവും സമ്പത്തും അധികാരങ്ങളും തൻ്റെ ഭക്തർക്ക് നൽകുന്നവനും തൻ്റെ ഭക്തരുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നവനുമാണ്. അതുപോലെ തന്നെ തൻ്റെ ഭക്തരുടെ രോഗങ്ങൾ ഇല്ലാതാക്കി അവർക്ക് രോഗശാന്തിയും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നവരുമാണ് ശ്രീ ഗുരുവായൂരപ്പൻ. ഭാരതമെങ്ങും പ്രസിദ്ധമായ വൈഷ്ണവ ഭക്തികാവ്യമാണ് ശ്രീനാരായണീയം. 100 ദശകങ്ങളായി എഴുതപ്പെട്ടിരിക്കുന്ന ഈ സുന്ദരമായ കൃതി രചിച്ചത് വേദജ്ഞനും മഹാപണ്ഡിതനും കവിയുമായ മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിയാണ്. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താലാണ് മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിയെ ബാധിച്ച വാതരോഗം ഇല്ലാതായത്. രോഗശാന്തിക്കായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരുന്നുകൊണ്ട് അദ്ദേഹം രചിച്ച കൃതി കൂടിയാണ് നാരായണീയം. ഗുരുവായൂരപ്പനോടുള്ള മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിയുടെ അചഞ്ചലമായ ഭക്തിയാലും അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ സമർപ്പണത്താലും പിറവിയെടുത്തതാണ് ഭാരതീയ ഭക്തി സാഹിത്യത്തിലെ അനശ്വര കൃതിയായ നാരായണീയം. മഹാപണ്ഡിതനും മികച്ച സംസ്കൃത കവിയുമായിരുന്ന മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിയെ ഒരിക്കൽ അതിരൂക്ഷമായ വാതരോഗം ബാധിച്ചു. ആ കാലത്ത് വൈദ്യശാസ്ത്രത്തിന് ചികിത്സിക്കാൻ കഴിയാത്ത വിധം ഭയാനകമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ശാരീരികമായ വേദനകൾ കൊണ്ട് വലഞ്ഞ ഭട്ടതിരി ഒരിക്കൽ തൻ്റെ അവസാനത്തെ ആശ്രയമായി ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഭഗവാന്റെ സന്നിധിയിൽ ഭജനമിരിക്കാൻ തുടങ്ങുകയും ചെയ്തു. തൻ്റെ രോഗശമനത്തിനായി അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു. അക്കാലത്ത് തൻ്റെ സുഹൃത്തായിരുന്ന എഴുത്തച്ഛൻ്റെ ഉപദേശപ്രകാരം മത്സ്യാവതാരം മുതലുള്ള ഭഗവാന്റെ അവതാരങ്ങളുടെ കഥകൾ കാവ്യരൂപത്തിൽ രചിച്ച് പാടി സ്തുതിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കുറഞ്ഞത് 10 വീതം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ദശകങ്ങൾ ആയിട്ടാണ് അദ്ദേഹം ഈ കൃതി രചിച്ചത്. അങ്ങനത്തെ 100 ദശകങ്ങളിൽ 1000 ശ്ലോകങ്ങൾ കൊണ്ട് അദ്ദേഹം നാരായണീയം എന്ന കൃതി രചിച്ചു. ഓരോ ദിവസവും ഓരോ ദശകം വീതം അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തു. ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുമ്പോൾ ഭട്ടതിരിക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ സാധിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇങ്ങനെ 100 ദശകങ്ങൾ പൂർത്തിയായ ദിവസം അതെല്ലാം പൂർത്തിയാക്കി ഭഗവാന്റെ മുന്നിൽ ഈ ഗ്രന്ഥം സമർപ്പിച്ചതോടെ മേൽപ്പത്തൂരിൻ്റെ വാതരോഗം പൂർണ്ണമായും ഭേദമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ രോഗശാന്തിക്കും ഐശ്വര്യത്തിനുമായി ഭക്തർ നാരായണീയം പാരായണം ചെയ്യുന്നത് പതിവാണ്. ഭക്തിയും സമർപ്പണവുമുള്ള ഭക്തന്റെ മുന്നിൽ ഭഗവാൻ എപ്പോഴും കരുണാമയനായി നിലകൊള്ളുമെന്ന വലിയ സത്യമാണ് മേൽപ്പത്തൂരിൻ്റെ ജീവിതത്തിലൂടെയും നാരായണീയത്തിലൂടെയും ഭക്തരുടെ ലോകത്തിന് ലഭിക്കുന്നത്.